തവളയെ കളയാതെ തലവേദന മാറില്ല എന്ന അഗസ്ത്യരും തലയോട് പൊളിച്ചെടുത്താൽ താൻ ജീവനോടെ കാണുവോ എന്നുമായിരുന്നു രാജാവിൻ്റെ പേടിയും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ ചിലപ്പോഴൊന്നും ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. എല്ലാവർക്കും ട്രാവലിസ്റ്റ മൊമെൻറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തോർണമലയിലേക്കാണ്. ഇത് നമ്മുടെ പുലിയറ തെങ്കാശി പാതയിലേക്ക് പോകും മുന്നേ ഉള്ള ഒറ്റയ്ക്കൽ എന്ന ഗ്രാമത്തിലെ ചെറിയൊരു ഡാം കൂടിയാണ്. ഇവിടെ ഒട്ടനവധി പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരി ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം കൂടിയാണിത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നീടുള്ള കാഴ്ച ഇതാണ്. 13 കണ്ണറപ്പാലം അഥവാ 13 ആർച്ച് ബ്രിഡ്ജ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി 1904 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന വഴി റോസ്മലയിലും രാജാത്തോട്ടത്തിലുമായി എത്തിച്ചേരാം. മിക്കപ്പോഴും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങി നിന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലവും അതിലുപരി കോട്ടവാസൽ പുലിയറൈ നമ്മൾ പോകുന്ന വഴി ദൂരെ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു ചെറിയ വ്യൂ പോയിന്റ് കൂടിയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ തെങ്കാശി പുനലൂർ റൂട്ടിലെ ബസ് വളവ്. നമുക്കിവിടെ നിന്നും വലത്തോട്ടാണ് തോർണമലയിലേക്ക് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ അച്ഛൻ കോവിലും തിരുമലൈക്കോവിലും അടവിനാർ ഡാമും അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ദൂരെ ഈ കാണുന്ന മലയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് തോർണമല. ബൈക്കിന് ഇവിടെ വരുന്ന പാർക്കിംഗ് ഫീസ് 10 രൂപയാണ്. വേറെ ചിലവുകളൊന്നും തന്നെ നമുക്കിവിടെ വരുന്നില്ല. ഏകദേശം നമ്മളിവിടെ എത്തിച്ചേർന്നത് ഒരു 10:30യോടെയാണ്. കടകളൊക്കെ ഓപ്പണായി തുടങ്ങുന്നതേ ഉള്ളൂ. ഓരോ ഇടങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നത് രോഗത്തിൽ നിന്നുമുള്ള പ്രതിവിധിക്കും ശിശു അനുഗ്രഹത്തിനും വ്യാപാര വികസനത്തിനും കുടുംബ അഭിവൃദ്ധി എന്നിവയ്ക്കുമാണ് ഭക്തർ അധികവും ഇവിടെ വന്നു ചേരുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറും മുന്നേ ഈ കാണുന്ന ഇടത് വഴിയെ പോയാൽ നമ്മളീ കയറാൻ പോകുന്ന തോർണമലയുടെ ദൃശ്യം അതിഗംഭീരമായി തന്നെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ തോരണമല കന്നിമാരാമൻ സ്വാമിയെയും ആലുവൃക്ഷത്തോട് ഇടത് ചേർന്ന് ചെറിയൊരു നീരുറവയുമുണ്ട്. ഇവിടെയുള്ള വിശ്വാസങ്ങളും ക്ഷേത്രത്തെ പറ്റിയും കൂടുതലായി അറിയണമെങ്കിൽ ദേവസ്വവുമായി ബന്ധപ്പെടാവുന്നതാണ്.
പ്രധാനമായും ഇവിടെ എടുത്തു പറയേണ്ടത് നിത്യ അന്നദാനം തന്നെയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെയും അന്നദാനമുണ്ട്. ഇതിലെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള പടികൾ ആരംഭിക്കുന്നത്. മലയുടെ മുകളിൽ വരെ നമുക്ക് ഇതുപോലുള്ള ഓരോ മണ്ഡപങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെ അരുണഗിരിനാഥർ മണ്ഡപം എന്നാണ് പറയുന്നത്. പൗർണമി പോലുള്ള വിശിഷ്ട ദിവസങ്ങളിലും അല്ലാതെയുമായാണ് ക്ഷേത്രത്തിന് മുകളിൽ എത്താൻ ഭക്തർ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ 1200ഓളം പടികൾ നടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. നമ്മളീ നടന്നു കയറുന്ന വഴിയിലും ക്ഷേത്ര പരിസരങ്ങളിലുമായി നിരവധി ഔഷധ സസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഗസ്ത്യർ ഇവിടെ താമസിച്ച് ഔഷധ ഗവേഷണം നടത്തിയിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തേരയ്യർ ഇവിടെയാണ് ജീവസമാധി നേടിയതെന്നും വിശ്വസിക്കുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ മസ്തിഷ്ക ശസ്ത്രക്രിയ ഇവിടെ വെച്ചാണ് നടന്നത് എന്നാണ് പറയുന്നത്. കാശിവർമ്മൻ എന്നൊരു രാജാവ് തീരാ തലവേദനയിൽ രാജവൈദ്യം പരാജയപ്പെട്ടതോടെ അഗസ്ത്യരെ വന്ന് കാണുകയായിരുന്നു. അഗസ്ത്യർ രാജാവിൻ്റെ നാടി പിടിച്ച് കാര്യം എന്തെന്നുള്ളത് മനസ്സിലാക്കി. രാജാവ് ഉറങ്ങിക്കിടന്ന നേരത്ത് ഒരു തവളക്കുഞ്ഞ് രാജാവിൻ്റെ മൂക്കിലൂടെ കയറി തലയോട്ടിക്കുള്ളിൽ പറ്റിപ്പിടിച്ചതായിരുന്നു തലവേദനയ്ക്കുള്ള കാരണം. തവളയെ കളയാതെ തലവേദന മാറില്ല എന്ന അഗസ്ത്യരും തലയോട് പൊളിച്ചെടുത്താൽ താൻ ജീവനോടെ കാണുവോ എന്നുമായിരുന്നു രാജാവിൻ്റെ പേടി. അത് മാറണേൽ മസ്തിഷ്ക ശസ്ത്രക്രിയ വേണമെന്നായിരുന്നു അഗസ്ത്യർ പറഞ്ഞത്. അങ്ങനെ വേദന അറിയിക്കാതെ തവളയെ പുറത്തെടുക്കാം എന്ന അഗസ്ത്യരുടെ വാക്കിനുമേൽ രാജാവ് ശസ്ത്രക്രിയക്കൊരുങ്ങി. തമോഹിനി എന്നൊരു മൂലികയാൽ ആണ് അഗസ്ത്യർ രാജാവിനെ അന്ന് മയക്കി കിടത്തി ശസ്ത്രക്രിയ ആരംഭിച്ചത്. തലയോട്ടി തുറന്നതും അഗസ്ത്യർ പറഞ്ഞ പോലെ ഒരു തവളയെയും അവിടെ കാണാൻ സാധിച്ചു. തവള ഭയന്ന് രാജാവിൻ്റെ തലച്ചോറിൽ കയറി പറ്റുമോ എന്നായിരുന്നു അഗസ്ത്യർ ചിന്തിച്ചത്. അതിനായി വെള്ളം നിറഞ്ഞ ഒരു മൺപാത്രത്തിൽ കൈയിട്ടടിച്ച് തവളയുടെ ശ്രദ്ധ തിരിക്കുകയും തവള ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ രാജാവിൻ്റെ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. തലയിൽ ഈ ചുമടുമായി കയറുന്നത് 1200ഓളം പടികളാണെന്ന് ഓർമ്മ വേണം. ക്ഷേത്രപ്പണികൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കരിങ്കല്ലാണ് തലയിൽ ചുമന്ന് മുകളിലെത്തിക്കുന്നത്. ഇനി മുരുകനെ പ്രതിഷ്ഠിച്ചത് എങ്ങനെയെന്നാൽ, പെരുമാൾ എന്നൊരാൾ ഒരു ദിവസം ഒരു സ്വപ്നം കാണാൻ ഇടയുണ്ടാവുകയും ആ സ്വപ്നത്തിൽ ശ്രീമുരുകൻ പ്രത്യക്ഷപ്പെടുകയും തന്നോട് തോർണമലയിലെ ജലത്തിൽ താൻ ഉണ്ടെന്നും തന്നെ എടുത്ത് പ്രതിഷ്ഠിക്കണമെന്നും അറിയിച്ചു. അങ്ങനെ പെരുമാൾ നാട്ടുകാരെ ഈ കാര്യം അറിയിക്കുകയും അവരുടെ സഹായത്താൽ തോർണമലയിലെ ജലത്തിൽ നിന്നും വിഗ്രഹം കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. ഇവിടെ നിന്നും കുളിച്ച് ശുദ്ധിയായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു കയറാം. തോർണമലയിൽ 64 നീരുറവകളുണ്ട്. താഴ്വരയിൽ 2 നീരുറവകളും. അതിലൊന്നാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറും മുന്നേ കണ്ടത്. ഭക്തർ ഈ നീരുറവകളിൽ കുളിച്ചാൽ ത്വക്ക് രോഗം മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഓരോ നീരുറവയിലെ ജലത്തിനും വ്യത്യസ്ത രുചിയും ഔഷധമൂല്യവുമാണുള്ളത്. ഭക്തരുടെ തിരക്ക് കൂടുതലായും കാണുന്നത് പൗർണമി സമയങ്ങളിലാണ്.
എല്ലാ മാസവും ഒരു പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാവും. അന്നേ ദിവസം ഇവിടെ ഭക്തരുടെ തിരക്ക് കാണാൻ സാധിക്കും. അതിനെ ആനിമാസ പൗർണമി ഗിരിവലയം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കയറി വന്ന സ്റ്റെപ്പല്ലാതെ മുന്നേ ഞാൻ പറഞ്ഞ പൗർണമി ദിവസം ചുറ്റി വരുന്ന വഴിയെ ആണ് ഇവിടെയുള്ളവർ ആനിമാസ പൗർണമി ഗിരിവലയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്പലത്തിന് മുകളിലുള്ളൊരു മല കയറാൻ അനുമതി ഒന്നും തന്നെ ഇല്ല കേട്ടോ. അമ്പലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെയുള്ള ഈ കാറ്റിൻ്റെ ശക്തി കാരണമാവാം ആരെയും മുകളിൽ കയറാൻ അനുവദിക്കാത്തത്. മുകളിൽ ഈ കാണുന്നതും ഒരു നീരുറവയാണ് കേട്ടോ. ഇവിടെ നിന്നും ഡാമിലേക്ക് ഒരു 4 കിലോമീറ്റർ ഉള്ളതിനാൽ ഡാമിലെയും കൂടി കാഴ്ചകൾ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വലത്തോട്ട് രാമനദി ഡാമിലോട്ടും ഇടത്തെ വഴി കടന്നാനദി ഡാമിലോട്ടുമാണ്. കടന്നാനദി ഡാമിലോട്ട് ഇവിടെ നിന്നും 19 കിലോമീറ്റർ ആണുള്ളത്.
ഇതുവഴി നമുക്ക് ഡാമിൻ്റെ മുകളിൽ കയറാൻ സാധിക്കും. നമ്മളീ നടന്നു കയറിയ സ്റ്റെപ്പ് അല്ലാതെ വണ്ടിമാർഗം മുകളിലെത്താൻ ഇതിലേ പോയാൽ മതി. രാമനദി ഡാമിൽ നിന്നും കടനാനദി ഡാമിലെത്താൻ ഏകദേശം 19 കിലോമീറ്റർ വേണ്ടിവരും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ ചിലപ്പോഴൊന്നും ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഈ സ്ഥലത്തേക്ക് ബസ് സർവീസുകൾ ഇല്ലാത്തതിനാൽ കാറുകളിലും ബൈക്കുകളിലുമായി നമുക്കിവിടെ എത്തിച്ചേരാം. ജലനിരപ്പ് സീസണിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാം കൂടിയാണിത്. ജലനിരപ്പ് താഴ്ന്നാൽ എല്ലായിടത്തും പച്ച പുല്ലുകളും കാണാൻ സാധിക്കും. തമിഴ് സിനിമകളിലെ ഒട്ടനവധി പാട്ട് രംഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണിത്.